ശ്രേഷ്ഠരാവിന്റെ പുണ്യം നുകരാൻ ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ രാത്രി മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയത്. പ്രധാന പ്രാർത്ഥനയ്ക്ക് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദ്ർ എന്ന ശ്രേഷ്ഠ രാവിന്റെ പുണ്യം നുകരാൻ ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് റെക്കോർഡ് ജനക്കൂട്ടമാണ്. ഇന്നലെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ മാത്രം 34,41,600 വിശ്വാസികൾ പങ്കെടുത്തതായി ഹറംകാരി വിഭാഗം പുറത്തുവിട്ട കണക്ക് പറയുന്നു. 8,132 തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു. മസ്ജിദുൽ ഹറം പള്ളിയുടെ അകവും പുറവും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഹറം പള്ളിയിലേക്കുള്ള വഴികൾ അടയ്ക്കേണ്ടി വന്നു. കിലോമീറ്ററുകൾ അകലെ റോഡുകളിലും മറ്റും നിന്നുകൊണ്ടാണ് തീർത്ഥാടകരിൽ പലരും തറാവീഹ് തഹജ്ജുദ് നമസ്കാരങ്ങളിൽ പങ്കെടുത്തത്. രാത്രി വിത്ർ നമസ്കാരത്തിലെ പ്രാർത്ഥനയായ കുനൂത്തിനെ ഹറംകാരി വിഭാഗ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇമാം പ്രത്യേക പ്രാർത്ഥന നടത്തി. اللهم أنجِ إخواننا المستضعفين في فلسطين. إلهنا إليك نشكو ضعف قوتهم وقلة حيلتهم. اللهم إليك نشكو ضعف قوتهم. മദീനയിലെ ഹറം പള്ളിയിൽ നടന്ന പ്രാർത്ഥനകളിലും ഇന്നലെ രാത്രി ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഹറം പള്ളികളിൽ പുലരുവോളം വിശ്വാസികൾ ഖുർആൻ പാരായണം, പാപമോചന പ്രാർത്ഥന തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി. ഇടയിൽ പെയ്ത മഴയെ വകവയ്ക്കാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തോളോട് തോൾ ചേർന്ന് ഇരു കൈകളും നാഥനിലേക്ക് ഉയർത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. റമദാൻ 29-ാം രാവും അവസാന വെള്ളിയാഴ്ചയുമായ നാളെയും ഹറം പള്ളികൾ പ്രാർത്ഥനാ നിർഭരമാകും. തീർത്ഥാടകരാൽ നിറഞ്ഞു കവിയും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.